നമസ്കാരം, ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ ഓൾ പി എസ് സി എക്സാംസ് എന്ന കോഴ്സിൽ ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസും അതിൻ്റെ യൂസേജസും പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി ഗ്രാമറിൻ്റെ ഡെപ്ത് അല്ല നമ്മൾ പഠിച്ചത്, പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പഠിച്ചിരുന്നു. അതേ പാറ്റേണിൽ പാസ്റ്റ് ടെൻസിൽ നിന്നും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മെത്തേഡുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. തീർച്ചയായിട്ടും ഗ്രാമറിൽ ഒരുപാട് ഡെപ്തിലേക്ക് പോകാതെ പി എസ് സിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജുകാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈ ക്ലാസ്സുകൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടെൻസുകൾ പറഞ്ഞപ്പോൾ നമ്മളൊരു ബേസിനകത്തിൽ പറഞ്ഞിരുന്നു. പാസ്റ്റ് ടെൻസിനും 4 ഫോംസ് ആണുള്ളത്: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും സ്ട്രക്ചറും യൂസേജും നമുക്ക് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ ഒരു ഘടന, ഒരു സെൻറ്റൻസിൻ്റെ ഘടന ഇങ്ങനെയായിരിക്കാം: സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ആ ഒരു സെൻറ്റൻസ്, സിമ്പിൾ പാസ്റ്റിൽ വരുന്ന സെൻറ്റൻസിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തേ, ഐ റോട്ട് എ ലെറ്റർ. അപ്പോൾ ഐ എന്ന സബ്ജക്റ്റ്, റോട്ട് എന്നുള്ളത് പാസ്റ്റ് ഫോമാണ്, റൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ്, അതേപോലെ ഒബ്ജക്റ്റ് എ ലെറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതെല്ലാവർക്കും നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന സിമ്പിൾ പാസ്റ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇനി ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എങ്ങനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസ് ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് കഴിഞ്ഞുപോയ കാര്യമാണ്, ഒരു പ്രത്യേക സമയത്ത് അത് നടന്നു എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാൻ ഒരു ചെറിയ ഹിൻറ്റ്: യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, പ്രീവിയസ്, എഗോ തുടങ്ങിയ പാസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്ന ആഡ്വേർബ്സ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസ് ഇതാണ്: ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 1-2 ഉദാഹരണം നോക്കാം. ഐ മെറ്റ് ഹിം ലാസ്റ്റ് മന്ത്. അപ്പോൾ നോക്കുമ്പോൾ ഐ മെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പാസ്റ്റ് ആണ്. അവിടെ ഒരു പ്രത്യേക സമയം പറയുന്നുണ്ട്, ഞാൻ അവനെ കണ്ടു എന്നാണ്, കഴിഞ്ഞ മാസം. ഐ റെഡ് ഇറ്റ് യെസ്റ്റർഡേ. ഞാനത് കഴിഞ്ഞ ദിവസം വായിച്ചു എന്നൊരർത്ഥത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ യൂസേജ് ഇതാണ്: ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇവിടെ യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, പ്രീവിയസ്, എഗോ തുടങ്ങിയ പാസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്ന ആഡ്വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ യൂസ് ഭൂതകാലത്തിൽ പതിവായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. ഈ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, സെയിം പാറ്റേൺ തന്നെയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഭൂതകാലത്തിൽ പതിവായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹിൻ്റായിട്ട് ഓർത്തിരിക്കാം: ഓൾവേസ്, യൂഷ്വലി, ഓഫൺ, റെഗുലർലി തുടങ്ങിയ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഉപയോഗിക്കുന്നു, പതിവായി നടന്നു എന്ന് കാണിക്കാൻ. അപ്പോൾ ഭൂതകാലത്തിൽ പതിവായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് ഹിൻ്റായിട്ട് ഓർത്തിരിക്കാൻ ഓൾവേസ്, യൂഷ്വലി, ഓഫൺ, റെഗുലർലി തുടങ്ങിയ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഇവിടെ ഉപയോഗിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ യൂഷ്വലി വെൻറ്റ് ടു ബെഡ് ലേറ്റ് ലാസ്റ്റ് ഇയർ. പിടിയിട്ടല്ലോ. അപ്പോൾ ഷീ യൂഷ്വലി പതിവായി, വെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പാസ്റ്റ് ആണ്, ടു ബെഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ആ ലാസ്റ്റ് ഇയർ എന്നുള്ള വേർഡ് വെച്ച് നമുക്ക് ഭൂതകാലത്തിനാണെന്ന് മനസ്സിലാക്കാം. കണ്ണൻ ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ്. അവനൊരു കുട്ടിയായപ്പോൾ അവൻ പതിവായി പാല് കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഭൂതകാലത്തിൽ പതിവായി നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ 2 യൂസേജ് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേത്, ഇതും എളുപ്പമാണ്. ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയം സംഭവിച്ച 2 പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നു. ഏകദേശം ആ 2 പ്രവൃത്തികൾ ഒരേ സമയമായിരിക്കും നടന്നിരിക്കുന്നത്. കിട്ടിയല്ലോ. ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഒരു ബേസ് ആയിട്ട് ഓർത്തിരിക്കുക.
ഭൂതകാലത്തിൽ ഒരേ സമയം സംഭവിച്ച രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഭൂതകാലത്തിൽ ഒരേ സമയം സംഭവിച്ച രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം എക്സാമ്പിൾ. വെൻ ദ ഷൂട്ട് ബ്രോക്ക് ബേർഡ്സ് ഫ്ലോ. അപ്പോൾ വെടി പൊട്ടിയപ്പോൾ തന്നെ പക്ഷികൾ പറന്നു, ബേർഡ്സ് ഫ്ലൂ. അപ്പോൾ രണ്ടും എന്താണ്, പാസ്റ്റിലാണ്. വെൻ ദ ഷോട്ട് ബ്രോക്ക് ബേർഡ്സ് ഫ്ലൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ വെൻ ദ പ്രൈം മിനിസ്റ്റർ അറൈവ്ഡ് ദ ഓഫീസേഴ്സ് സ്റ്റുഡ് അപ്പ്. അപ്പോൾ രണ്ടും ഒരേ സമയം നടന്നു. പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് നിന്നു. ആ ഒരു അർത്ഥത്തിലാണ്. സാധാരണ ഇതങ്ങനെ ഇത്ര കോമൺ ആയിട്ട് കയറി ചോദിക്കാറില്ല. അപ്പോൾ സിമ്പിൾ പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ബേസ് കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ സബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. 3 യൂസസ് ആണ്. ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. അവിടെ കുറച്ച് ഹിൻഡ് വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്, ഭൂതകാലത്തിൽ പതിവായി നടന്നിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ അവിടെയും നമ്മൾ കുറച്ച് ഹിൻഡ് വേർഡ്സ് ഒക്കെ പറഞ്ഞു. അത് വെച്ച് ഓർത്തിരിക്കാം. മൂന്നാമത്, ഭൂതകാലത്തിൽ ഒരേ സമയം സംഭവിച്ച രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാം. അത് എക്സാമ്പിൾ വെച്ച് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റിന് ഇത്രയും 3 യൂസേജ് ആണ് നമുക്ക് എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതേ സ്ട്രക്ചർ തന്നെ ചെറിയ ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്സിലറി വെർബ് മാത്രമാണ് മാറുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഇതായിരിക്കും ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഘടന എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എക്സാമ്പിൾ, ഹി വാസ് റീഡിങ് എ നോവൽ. He was reading a novel. They were playing a cricket. They were playing cricket. They were playing cricket. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഇതിൻ്റെ എക്സാമ്പിൾ ഇതാണെന്ന്. ഇനി എക്സാമിന് ഇത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോണം, ഇത് വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത ഒരു മോഡലാണ്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഒരു പ്രവൃത്തി സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസും അതിനിടയിൽ നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. ധാരാളം തവണ ചോദിച്ച ഒരു മോഡൽ ആണിത്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ ഒരു പ്രവൃത്തി നടക്കുകയും ചെയ്തു. അപ്പോൾ ആ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും അതിനിടയിൽ നടന്നതിനെ സിമ്പിൾ പാസ്റ്റിലും യൂസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. വെൻ ഹീ കോൾഡ് മീ ഐ വാസ് വാച്ചിങ് എ മൂവി. അപ്പോൾ ആലോചിക്ക്, ആ പറയുന്ന ആളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്യും, പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് വാച്ചിങ് എ മൂവി, നമ്മൾ വാസ് വന്നിട്ട് ING ഫോം ഒബ്ജക്റ്റ്. അപ്പോൾ അതിനിടയിൽ എന്ത് നടന്നു, വെൻ ഹീ കോൾഡ് മീ, ആരോ ഒരാൾ അവനെ വിളിച്ചു. അതുകൊണ്ട് അതെന്തിൽ വന്നു, സിമ്പിൾ, ഹീ കോൾഡ് മീ എന്നുള്ളത്. പിടികിട്ടിയല്ലോ? ഒരുപാട് തവണ ഈ എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ. ദെൻ ഷി വാസ് സിംഗിങ് വെൻ ഐ എൻറ്റേർഡ് ദ റൂം. അപ്പോൾ അവൾ പാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു, അതിനിടയ്ക്ക് അയാൾ ആ റൂമിലേക്ക് കയറി. ആ പറയുന്ന ആൾ. പിടികിട്ടിയല്ലോ? ഇതാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചൊരു എക്സാമ്പിളാണ്. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്താൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതിനിടയ്ക്ക് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു മോഡൽ തന്നെയാണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ രണ്ടാമത്തെ യൂസ്, ഭൂതകാലത്തിൽ ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ്. രണ്ട് പ്രവൃത്തികളാണ്, രണ്ടും ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ അപ്ലൈ ചെയ്ത അതേ സംഭവം തന്നെ ഇവിടെയുണ്ട്. ഭൂതകാലത്തിൽ ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷി വാസ് റീഡിങ് എ നോവൽ. അപ്പോൾ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, രണ്ടും ഒരുപോലെ. അതായത് ആ പറയുന്ന ആൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കൂട്ടിരിക്കുന്ന ആരാന്ന് വെച്ചോ അവർ വായിക്കുകയാണ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ
അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു അർത്ഥമാണ്, നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂതകാലത്തിൽ ഒരേ സമയം തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷി വാസ് റീഡിങ് എ നോവൽ. പിടിയല്ലോ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന് രണ്ട് ആപ്ലിക്കേഷൻസ്, രണ്ടും വളരെ എളുപ്പമാണ്. ഒന്ന്, ഭൂതകാലത്തിൽ തുടർച്ചയായിട്ടൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക, അതിനിടയിൽ ഒരു പ്രവൃത്തി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ തുടർച്ചയായി നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസും അതിനിടയിൽ നടന്നത് സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും. ദെൻ ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോഴും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ. നമ്മൾ സിമ്പിൾ പെർഫെക്റ്റ് പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, അവിടെ നമ്മൾ V3 ഫോം ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, ഈ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാകാം: സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. എക്സാമ്പിൾ, I had seen the film. She had loved him. പിടിയല്ലോ. ഇതാണ് ഇപ്പോൾ പാസ്റ്റിൽ നമുക്ക് അവിടെ ആയിരുന്നപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരുന്നപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഹാവ് ഹാസും ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെങ്കിലും സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ ഹാഡ് ആണ്. അതൊക്കെ നമുക്ക് ഓക്സിലറി വെർബ് പഠിക്കുമ്പോൾ വളരെ വെർബുകളെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഹാഡിനും ഹാസിനും ഹാവിനും ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ട് അല്ല. ജസ്റ്റ് ഈ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പാസ്റ്റ് പെർഫെക്റ്റ് എവിടേക്ക് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. PSC ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഒരു എക്സാമ്പിൾ ഇതിൽ വരുന്നുണ്ട്. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും. രണ്ട് പ്രവൃത്തി അവസാനിച്ചു, അപ്പോൾ ഇതിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്നതിനെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ എക്സാമ്പിൾ കേട്ടിട്ടുണ്ടാവും. PSC പരീക്ഷകളിലോ ഏത് പരീക്ഷകളിലോ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചൊരു എക്സാമ്പിൾ ഇതാണ്. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഇപ്പം രണ്ട് ഭൂതകാലത്തിൽ നടന്നതാണ്. അപ്പോൾ ഇത് ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് അയാൾ സ്റ്റേഷനിൽ വന്നത്. നമ്മൾ അർത്ഥം നോക്കും അങ്ങനെയല്ലേ, അയാൾ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോയിരുന്നു. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ട്രെയിൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി എന്തിലായിരിക്കാം? പാസ്റ്റ് പെർഫെക്റ്റിലും. രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് അയാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നമുക്ക് നോക്കാം. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ പിടിയിട്ടില്ലോ. അപ്പോൾ എന്താണ് സംഭവം? അത് സിമ്പിൾ പാസ്റ്റിലാണ്. ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. കാരണം ഹാഡും V3 ഫോമും വന്നു. He had gone before she came. അവൻ പോയി എന്നുള്ളതാണ് ആദ്യം, അതിനുശേഷമാണ് അവൾ വന്നത്. അപ്പോൾ he had gone, അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയാണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലായി. രണ്ടാമത് she came എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലുമായി. They had written the exam before the bell rang. അപ്പോൾ ആദ്യം നടന്ന ആ പരീക്ഷ എഴുതി തീർന്നു എന്നുള്ളതാണ്, അതിനുശേഷമാണ് മണിയടിച്ചത്. പിടിയല്ലോ. അപ്പോൾ ഒരുപാട് തവണ ചോദിച്ച ഒരു മോഡൽ ആണിത്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. ഒരുപാട് തവണ ചോദിച്ച ഒരു മോഡലാണിത്. അപ്പോൾ അത് മാത്രമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു മോഡൽ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ നിന്നാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇനി നാലാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വളരെ എളുപ്പമാണ്. ഓരോ മോഡലുകളും മനസ്സിലാക്കിയിരുന്നാൽ മതി, എക്സാമിന് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പാസ്റ്റ് പെർഫെക്റ്റ് എത്തുമ്പോൾ നമുക്കറിയാം ബീൻ എന്നൊരു സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. പിന്നെ റിമൈനിങ് പാർട്ടുമായിരിക്കും സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഇവിടെയും ഒരു യൂസേജ് ആണ് സ്ഥിരമായി ചോദിക്കുന്നത്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്നുകൊണ്ടിരിക്കുകയല്ല, ഇപ്പോഴും ആയിരുന്നു. അങ്ങനെയെങ്കിൽ ആ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത് സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കണം. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റിലും അതിനിടയ്ക്ക് നടന്നതിനെ
രണ്ടാമത് സംഭവിച്ചതിനെ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നു. ഐ ഹാഡ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ് ബിഫോർ ഹി ഹെയിം. അതായത് അവൻ വരുന്നതിന് മുമ്പ് ഞാൻ മണിക്കൂറുകളോളം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയരുത്. ഭൂതകാലത്ത് രണ്ട് പ്രവൃത്തികൾ നടക്കില്ല. അവയിൽ ആദ്യം നടന്ന പ്രവൃത്തി, ഇത് രണ്ടും അവസാനിച്ചാണ്. ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റും. ഇവിടെ അങ്ങനെയല്ല. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു, ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നു, അതിനു മുമ്പ് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും രണ്ടാമത് നടന്ന സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ് ബിഫോർ ഹി കെയിം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ക്ലാസ് പഠിച്ചവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ ചില ചേഞ്ചസ് മാത്രമാണ് സെൻറ്റൻസുകളുടെ സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ PSC ചോദിക്കുന്ന മോഡൽ യഥാർത്ഥത്തിൽ ഇത് ഗ്രാമർ വേയിലൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ, ഞാൻ എപ്പോഴും മലയാളം ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ഗ്രാമർ ആയാലും പഠിക്കുമ്പോൾ പറയാറുണ്ട്, ഒരുപാട് ഡെപ്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ ദൗത്യം. നമുക്ക് PSCക്ക് വേണ്ട, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ടൈപ്പിൽ PSC ചോദിച്ച ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് കൂടി ഇതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ ഫൗണ്ട് യുവർ ഡയറി ആഫ്റ്റർ യു ഡാഷ് ദ ഹൗസ്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നടന്ന എന്താണ്? അയാൾ പോയി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ആ ഡയറി കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഏത് സ്ട്രക്ചർ വരുമെന്നുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഐ ഫൗണ്ട് യുവർ ഡയറി എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. അയാൾ പോയതാണ് ആദ്യം നടന്ന പ്രവൃത്തി. ആഫ്റ്റർ യു ഹാഡ് ലെഫ്റ്റ് ദ ഹൗസ്. അപ്പോൾ ഓപ്ഷൻ ബി, 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ലെഫ്റ്റ്, ഓപ്ഷൻ ബി ഹാഡ് ലെഫ്റ്റ്, ഓപ്ഷൻ സി വെയർ ലീവിങ്, ഓപ്ഷൻ ഡി വുഡ് ലീവ്. അപ്പോൾ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം. ദെൻ ദ ഗേൾ ഡാഷ് ഹെർ ഫാദർ ലാസ്റ്റ് ഇയർ. അപ്പോൾ ഭൂതകാലത്തിലാണ് നടന്നത്, ഒരു പ്രത്യേക സമയത്താണ്. അതുകൊണ്ട് ഏതായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. 4 ഓപ്ഷൻ ഉണ്ട്. ഹാഡ് ലോസ്റ്റ്, ലോസ്റ്റ്, ഹാവ് ലോസ്റ്റ്, ഹാസ് ലോസ്റ്റ്. ഓപ്ഷൻ ബി ലോസ്റ്റ് ആണ് ശരി ഉത്തരം. കാരണം ഒരു ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് ദ ഡാഷ് ഇൻ മൈ ചെയർ. ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് the dash in my chair. When I came the house, ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. സ്ലീപ്പിംഗ്, ഈ സ്ലീപ്പിംഗ്, സ്ലെപ്റ്റ്, വാസ് സ്ലീപ്പിംഗ്. വെൻ ഐ കെയിം ഇൻ ദ ഹൗസ് ദ ക്യാറ്റ്, ക്യാറ്റ് എന്നുള്ളത് കൂടി ഉണ്ട്, ദ ക്യാറ്റ്. അപ്പോൾ അയാൾ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊരു പ്രവൃത്തി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാസ് ദ ക്യാറ്റ്, ക്യാറ്റ് എന്നുള്ള ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല ക്വസ്റ്റൻ. അതിൽ വെൻ ഐ ദ കെയിം ദ ഹൗസ് ദ ക്യാറ്റ് വരെയുണ്ട്, ഡാഷ് ഇൻ മൈ ചെയർ. അപ്പോൾ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഇൻ മൈ ചെയർ. നമ്മൾ പഠിച്ച സ്ട്രക്ചറാണ്. രണ്ടാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോൾ ഒരു പ്രവൃത്തി നടക്കുകയും മറ്റൊരെണ്ണം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് വെൻ ഐ കെയിം ദ ഹൗസ് ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഇൻ മൈ ചെയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ബേർഡ് ഡാഷ് എവേ എ ഷോർട്ട് വൈൽ എഗോ. തൊട്ടു മുമ്പ്, ഇപ്പോൾ പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചതാണ്. ഫ്ലോവിഡ്, ഫ്ലോൺ, ഫ്ലൂ, ഫ്ലൈഡ്. ഫ്ലൂ എന്നുള്ളത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, മൈ അങ്കിൾ ഡാഷ് ടു ദുബായ് 10 years എഗോ. 10 വർഷം മുമ്പ്. ഓപ്ഷൻ എ വെൻറ്റ്, ഓപ്ഷൻ ബി ഹാസ് ഗോൺ, ഓപ്ഷൻ സി ഹാഡ് ഗോൺ, ഓപ്ഷൻ ഡി വാസ് ഗോൺ. മൈ അങ്കിൾ ഒരു ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ എ വെൻറ്റ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ദേ വെൻറ്റ് ഹോം ആഫ്റ്റർ ദേ ഡാഷ് ദെയർ വർക്ക്. അപ്പോൾ 2 പ്രവൃത്തി നടന്നു. അതിലാദ്യം പൂർത്തീകരിച്ചത് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് വരും. രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റിലും. അപ്പോൾ ദേ വെൻറ്റ് ഹോം, അവർ വീട്ടിൽ പോയി. പക്ഷേ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തിരുന്നു? അവർ ആ ജോലി ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ ദേ ഹാഡ് ഫിനിഷ്ഡ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ ഈ പാസ്റ്റ് ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗ്രാമറിലെ ഡെപ്തുള്ള ഭാഗങ്ങളൊന്നും പറയാതെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തത്.
ക്ലാസ് എല്ലാവർക്കും പൂർണ്ണമായും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അയക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പരും ടെലഗ്രാം ഗ്രൂപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് കേട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.